ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് ഹാപ്പി വേൾഡ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു തമിഴ് റെസിപ്പിയാണ്. ചുണ്ടക്കായ വറ്റൽ കുഴമ്പ് എന്ന് പറയും. ചുണ്ടക്കായ വെച്ച് ഉണ്ടാക്കുന്ന ഒരു വറ്റൽ കുഴമ്പാണ്. അതിന് ആദ്യം വറക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചുണ്ടക്കായാണ്. ഇത് ഡ്രൈഡ് ടർക്കി ഫ്രൂട്ട് എന്ന് പറഞ്ഞ് നമുക്ക് ആമസോണിലൊക്കെ ലഭ്യമാണ്. എനിക്ക് പച്ചക്കറി കടകളിൽ നിന്ന് ലഭിച്ചില്ല. സാധാരണ വീടുകളിലൊക്കെ കാണാറുണ്ട്. പിന്നെ വേണ്ടത് കടലപ്പരിപ്പ്, തുവരപ്പരിപ്പ്, ഉള്ളി, ഉലുവ, കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, നാളികേരം കുറച്ച് വറക്കാൻ, പിന്നെ നമ്മുടെ എള്ളെണ്ണ. ഇനി കറി പാകപ്പെടുത്തുന്നതിലേക്കായി നമുക്ക് ഉള്ളി, വെളുത്തുള്ളി, തക്കാളി, വേപ്പില, പച്ചമുളക്, വറ്റൽമുളക്, കടുക്, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള കോൽപ്പുളി, 2 ടീസ്പൂൺ ശർക്കര നീര്, പിന്നെ മസാലപ്പൊടികളും ഉലുവപ്പൊടി, കായംപൊടി, ഉപ്പ് എന്നിവയും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു ടീസ്പൂൺ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ജീരകം, പെപ്പർ, ഉലുവ, എന്നിവ ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് തുവരപ്പരിപ്പ്, കടലപ്പരിപ്പ് ഇവയും ഇട്ട് കൊടുത്ത് ഇളക്കാം. ഇതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി വരട്ടെ. ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ നിറമാവണമെന്നില്ല, അതിന് മുന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇത് പാകമായിട്ടുണ്ട്. ഇത് നമുക്ക് ഇറക്കി ചൂടാറാൻ വയ്ക്കാം. എന്നിട്ട് നല്ലപോലെ ചൂടാറിയ ശേഷം കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കാം. നമുക്ക് കറി പാകപ്പെടുത്താൻ തുടങ്ങാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടീസ്പൂൺ എള്ളെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇടാം. കടുക് പൊട്ടി തുടങ്ങി. ഇതിലോട്ട് വറ്റൽമുളക് ഇടാം. ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക്, വേപ്പില, ഇതൊന്ന് എളുപ്പത്തിൽ വാടാൻ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സുണ്ടക്കായ, ഡ്രൈഡ് ടർക്കി ഫ്രൂട്ട് എന്നാണിത് പറയുക. ഇനി തീ കുറച്ച് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/4 ടീസ്പൂൺ കായംപൊടി. ഇനി നമ്മൾ ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കും. തക്കാളി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ഒരു 3 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ച കോൽപ്പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. കോൽപ്പുളി വെള്ളത്തിൻ്റെ പച്ചക്കുത്തൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന മിശ്രിതം പേസ്റ്റാക്കിയത് ഇട്ട് കൊടുക്കാം. വറുത്തരച്ച പേസ്റ്റ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കാം. ഈ സമയത്ത്
ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ 2 ടീസ്പൂൺ ശർക്കര നീര് ചേർക്കാം. ശർക്കര ചേർത്താലും മതി, ഞാനിവിടെ നീരാക്കി വെച്ചിട്ടുണ്ടായി. നമ്മുടെ സുണ്ടക്കായ് വത്തക്കുഴമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സർവിങ് ബോളിലോട്ട് മാറ്റാം. ടേസ്റ്റി ആയിട്ടുള്ള സുണ്ടക്കായ് വത്തക്കുഴമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ജയാസ് ഹാപ്പി വേൾഡ്. താങ്ക് യു.